കഴിഞ്ഞ ദിവസം നമ്മൾ പോക്കോ X2ന്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷനും ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് നൽകുന്ന ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിലാണെങ്കിൽ ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ പോറലുകളൊക്കെ വന്നു കഴിഞ്ഞാലും വലുത് കാര്യമായിട്ട് നമുക്കത് അനുഭവപ്പെടില്ല. ഈ ഫോണിന്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് നമുക്ക് ഒരേ സമയം ഒരു മെമ്മറി കാർഡോ അല്ലെങ്കിൽ ഒരു സിം കാർഡോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 സിം കാർഡ് ഉപയോഗിക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു വോളിയം റോക്കേഴ്സ് കാണാം, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് കാണാം. ഒപ്പം തന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു പവർ ബട്ടണും കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മറ്റുള്ള റെഡ്മി ഫോൺസിലൊക്കെ കാണുന്നതിനായിട്ടുള്ള ഒരു IR ബ്ലാസ്റ്ററും ഒപ്പം തന്നെ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് USB-C ടൈപ്പ് ചാർജിങ്ങിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടും ഒപ്പം തന്നെ സ്പീക്കറും മൈക്കും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ സിം ട്രേ വരുന്നത്. ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണ്. 120 ഹെർട്സ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ നല്ലൊരു ടച്ച് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ബാക്ക് സൈഡിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പും ഒപ്പം തന്നെ പോക്കോയുടെ ഒരു ലേബലിംഗ് മാത്രമേ ഉള്ളൂ. ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.79 mm ആണ്. ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് ആൻഡ്രോയിഡ് 10ന്റെ ഒരു വെർഷനാണ്. ഒപ്പം തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ MIUIയുടെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള MIUI 11 ആണ് ഈ ഫോണിനൊപ്പം കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 10ന്റെ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് ഈ ഒരു ഫോണിൽ എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് നേരിട്ട് നോട്ടിഫിക്കേഷനിൽ നിന്ന് എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് എനേബിൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കുറച്ചും കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 4500 mAh ഒരു ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് 27 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വിത്ത് USB-C ടൈപ്പ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ദിവസത്തേക്ക് നമുക്ക് നോർമൽ യൂസേജിന് 2 ദിവസത്തേക്ക് ബാറ്ററി ചാർജ് നല്ലോണം നിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും എത്രത്തോളം ഫാസ്റ്റാണെന്ന് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പവർ ബട്ടണിലായതുകൊണ്ട് തന്നെ നമുക്കിത് 2 രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഒന്ന്, നമുക്ക് പവർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് അൺലോക്ക് ചെയ്യുന്നതാണ്. എപ്പോഴും നമുക്ക് ആ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും വളരെയധികം ഫാസ്റ്റാണ് ഈ ഒരു ഫോണിൽ. ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഫീച്ചർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. യാതൊരു തരത്തിലുള്ള ഡിസ്ട്രോഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വളരെയധികം ലൗഡായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. HDR10ന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോസ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കും. 1080x2400 ആണ് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. 386 ആണ് ഫോണിൻ്റെ പിക്സൽ പെർ ഇഞ്ച് വരുന്നത്. യൂട്യൂബ് വീഡിയോസൊക്കെ നമുക്ക് വളരെ നല്ല ക്വാളിറ്റിയിലാണ് കാണാൻ സാധിക്കുന്നത്. 208 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അതും ഒരു കേസും യാതൊരു കാര്യങ്ങളും ഉപയോഗിക്കാതെ 208 ഗ്രാമാണ് ഫോണിൻ്റെ ഭാരം. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് കേസും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ഭാരം അനുഭവപ്പെടും. ഈ ഫോൺ നമുക്ക് 3 വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. ആദ്യത്തേത് 6GB RAM 64GB വേരിയൻറ്റ്. ഇത് നമ്മുടെ ലോവർ വേരിയൻ്റാണ്. അടുത്തതായിട്ട് 6GB RAM 128GB വേരിയൻറ്റ്. ഇതാണിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB RAM 256GB ആണ്. മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ 512GB വരെ ഈ ഫോണിൻ്റെ മെമ്മറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഫോണിൻ്റെ പുറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഒരു കവർ ഉപയോഗിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് തെന്നിപ്പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഈ ഫോണിൻ്റെ പെർഫോമൻസിനായിട്ട് 2.2 GHz ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G ആണ് നൽകിയിരിക്കുന്നത്. മെയിനായിട്ട് ഇത് ഗെയിമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഒരേ സമയത്ത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റക്ക് ആവുകയോ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു ഫോണിൽ അനുഭവപ്പെടില്ല. ഫോണിൻ്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയർ വേരിയൻറ്റിന് വരുന്നത് 19,999 രൂപയാണ്. മിഡിൽ വേരിയൻറ്റിനാണെങ്കിൽ 16,999 രൂപയും ലോവർ വേരിയൻറ്റിനാണെങ്കിൽ 15,999 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാമറയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം അതിനെപ്പറ്റി ഒത്തിരിയും പറയാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇനി ചെയ്തിരുന്നതായിരിക്കും. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പാക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം.